കരങ്ങളെ ചട്ടട്ടി. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഒരു പ്രത്യേക സബ്ജക്റ്റ് ഞാൻ സംസാരിക്കുകയാണ്. നിർബന്ധങ്ങളുടെ ദൈവം, അല്ലെങ്കിൽ ദൈവപ്രവൃത്തിയും നിർബന്ധവും, അല്ലെങ്കിൽ ദൈവപ്രവൃത്തിയിൽ നിർബന്ധത്തിൻ്റെ പ്രാധാന്യം. 4 കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. ഒന്നെന്താണ്? നിന്നെ നിറച്ചിട്ട് മറ്റുള്ളവരെ നിർബന്ധിച്ച് അനുഗ്രഹിക്കുന്ന നിലവാരങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോകുന്ന ദൈവം. യാക്കോബ് ഏശാവിനെ എന്ത് ചെയ്തു? നിർബന്ധിച്ചത്. നീ വാങ്ങിയേ പറ്റൂ. അത്രമാത്രം അവൻ ആരായി? സമ്പന്നനായി. വീണ്ടും നിന്നെ ഞെരുക്കുന്നവർ നിർബന്ധിച്ച് നിന്നെ വിട്ടയക്കാൻ പോവുകയാണ്. ഇസ്രായേൽ മക്കളെ എന്ത് ചെയ്തു? നിർബന്ധിച്ച് വിട്ടയച്ചു. വീണ്ടും നിന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കുന്ന ധനികയായ ശൂന്യങ്കാരികളെ ദൈവം ഒരുക്കിയിട്ടുണ്ട്, നിർബന്ധിച്ച്. വീണ്ടും അക്കരെ പോകാൻ ഒരു നിർബന്ധം. എന്തിന്? അക്കരെ ഒരു മിറക്കിൾ ക്രൂസൈഡ്. ഒരാമേൻ പറഞ്ഞാട്ടെ. വീണ്ടും വായിക്കാം. മർക്കോസ് 15-ാം അധ്യായം 21-ാമത്തെ വാക്യം. അടുത്ത ഒരു നിർബന്ധം. അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. മതി. നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. യേശുവിന്റെ ക്രൂശ് മരണ സമയത്ത് ഈ ക്രൂശിൽ ഏൽപ്പിക്കപ്പെടുന്ന ആ കുറ്റവാളികൾ എന്തു ചെയ്യണം? അവരുടെ ക്രൂശ് ചുമക്കണം. അങ്ങനെ ചുമന്നുകൊണ്ട് പോയപ്പോൾ ഈ കുറേനക്കാരനായ ശീമോൻ എന്ത് ചെയ്തു? വയലിൽ നിന്ന് വന്നു. അവന് ആ ക്രൂശിനോട് ചേർന്ന് നടന്നു. അവനൊരു സഹതാപം. ഒരു മനുഷ്യനെ ഇട്ട് ഇങ്ങനെ ചുമപ്പിക്കുന്നല്ലോ. അവന് കാര്യങ്ങളൊന്നും വലുതായിട്ട് ബോധ്യപ്പെട്ടില്ല. അവൻ എന്ത് ചെയ്തു? ചില കാര്യങ്ങൾ ബോധ്യപ്പെടാതെ ക്രൂശിനോട് ചേർന്ന് നടന്നു. പടയാളികൾ അവനെ കണ്ടു. അവനെ നിർബന്ധിച്ചു. എന്തിന്? യേശുവിന്റെ ക്രൂശ് ചുമക്കുവാൻ. വളരെ ആഴമേറിയ ദൂതുകൾ അടങ്ങുന്ന ഒരു ഭാഗമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഇതുവരെ പുറത്തു വരാത്ത ചില ദൂതുകളും ഉണ്ട് കൃപയാൽ. എന്തിന് അവനെ നിർബന്ധിച്ചു? ഒരു വലിയ ദൈവപ്രവൃത്തി അവനിൽ ആരംഭിക്കുകയായിരുന്നു ദൈവം. പ്രിയമക്കളെ, ചിലപ്പോൾ നിർബന്ധിക്കപ്പെട്ടായിരിക്കാം ആലയത്തിൽ വരുന്നത്, നിർബന്ധിക്കപ്പെട്ടായിരിക്കാം കർത്താവിനെ സ്വീകരിക്കുന്നത്. പക്ഷേ അതൊരു തുടക്കമാണ്. അത്ഭുതത്തിന്റെ, അടയാളത്തിന്റെ, വീര്യപ്രവൃത്തിയുടെ ഒരു തുടക്കമാണ്. പൈശാചിക പ്ലാനുകളെ അവസാനിപ്പിച്ചുകൊണ്ട് ഉയർച്ചകളുടെ ഒരു തുടക്കമാണത്. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് ഭക്തിയോടെ സ്തുതിക്കട്ടെ. അപ്പോൾ തന്നെ ഇയാൾ ആരാണ്? ഈ കുറേനക്കാരൻ ആരാണ്? അതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഉത്തര ആഫ്രിക്കയിലെ ലിബിയയിലെ ഒരു ഗ്രീക്ക് കോളനിയാണ് കുറേന. ആവർത്തിക്കാം. ഉത്തര ആഫ്രിക്കയിലെ ലിബിയ എന്ന നാട്ടിലെ ഒരു ഗ്രീക്ക് കോളനിയാണ് എന്താണ്? കുറേന. ഇംഗ്ലീഷിൽ സെറിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുന്ന് കുറെ ആൾക്കാര് എവിടെ വന്നു? യെരുശലേമിൽ വന്ന് പാർക്കുന്നുണ്ടായിരുന്നു. അതിലൊരു വ്യക്തിയാണ് ഈ ആഫ്രിക്കക്കാരനായ യഹൂദൻ. ഒരാമേൻ പറഞ്ഞാട്ടെ. അപ്പോൾ തന്നെ അവന് 2 മക്കളുണ്ട്. പേരെന്താണ്? അലക്സാണ്ടറും രൂഫസും. ആ 2 മക്കളുടെ അപ്പനായിട്ട് വയലിൽ എന്ന് പറഞ്ഞാൽ ഒരു ഗാർഡനർ എന്ന് പറഞ്ഞാൽ ഈ കൃഷി കാര്യങ്ങൾ നോക്കുന്ന വ്യക്തിയായിട്ട് ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനാണ് ആര്? ശീമോൻ. പക്ഷേ ആ സാധാരണക്കാരനെ ദൈവം കണ്ടു. എന്തിന്? യേശുവിന്റെ ക്രൂശ് ചുമക്കുവാൻ.
ഒരു വലിയ ഭാഗ്യം അവന് സിദ്ധിച്ചു. ലോകത്ത് ആർക്കും ലഭിക്കാത്തൊരു ഭാഗ്യം കൂടെ ഉണ്ടായിരുന്നു. കടലിൽ പോയി മീനെ പിടിച്ച് അതിന് വായിൽ നിന്ന് ചതുർദ്രഹ്മ പണമെടുത്ത് കരം കൊടുക്കാൻ ആരുണ്ടായിരുന്നു? പത്രോസ് ഉണ്ടായിരുന്നു. അത്തിയെ ശപിച്ചുണക്കാൻ ആരെ പഠിപ്പിച്ചു? അപ്പൊ യേശുവിന്റെ സന്തത സഹചാരി ആയിരുന്നു ആര്? ശീമോൻ. പക്ഷേ ക്രൂശ് ചുമക്കുന്ന കാര്യത്തിൽ ശീമോനെ കാണുന്നില്ല. നോക്കുക, ശീമോനെ കാണുന്നില്ല. പക്ഷേ വേറൊരു കാര്യം നോക്കുക, അതേ പേരുള്ള വേറൊരുത്തനെ ദൈവം അവിടെ ഒരുക്കി. ഒരാമേൻ പറഞ്ഞാട്ടെ. അതേ പേരുള്ള ഒരു കുറേനക്കാരനായ ശീമോനെ ദൈവം അധികാരമുള്ള നാമത്തിൽ. മുമ്പോട്ട് പോകട്ടെ. ശീമോൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കേൾക്കുന്നവൻ എന്നാണ്. നോക്കുക, അവിടെ യേശുവിന്റെ ഞരക്കം കേട്ട് പ്രവർത്തിക്കുന്ന ഒരു ശീമോനെ ദൈവം ഒരുക്കി. ചെറിയ കാര്യമല്ല ക്രൂശും താങ്ങി നടക്കുന്നത്. വല്ലാത്ത ഭാരമാണ്. ഒരു ക്രൂശ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ തൂക്കി നിർത്തുന്ന ക്രൂശാണ്. ചെറിയൊരു 2 കമ്പ് കൊണ്ട് നടക്കൂ? നല്ല സ്ട്രോങ് ആയ തടിയായിരിക്കണം അല്ലേ? എന്ന് പറഞ്ഞാൽ അവിടെ തൂങ്ങുന്ന മനുഷ്യന്റെ ഇരട്ടി ഭാരമെങ്കിലും അതിന് വേണം, ഇല്ലെങ്കിൽ ആ ക്രൂശ് തകർന്നു പോകുക. അവിടെ വായിച്ച കാര്യം, അല്പകാലം കഴിഞ്ഞപ്പോൾ ഈ ക്രൂശ് ചുമന്നവന്റെ തലമുറയെ ദൈവം എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. അതൊന്ന് വായിക്കണം. റോമാലേഖനം 16-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവേൻ. നോക്കുക, ഒരുവൻ ക്രൂശ് ചുമന്നപ്പോൾ അവന്റെ തലമുറ എന്തായി? കർത്താവിൽ പ്രസിദ്ധനായി. ഒരാമേൻ പറയാൻ കഴിയുമോ? പ്രിയമക്കളെ, യാദൃച്ഛികമായിട്ടാണെങ്കിലും ക്രൂശ് ചുമക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാക്കിക്കോ, നിന്റെ തലമുറയെ ദൈവം ഉയർത്തിയിരിക്കും. നിന്റെ തലമുറയെ ദൈവം മാനിച്ചിരിക്കും. നന്മയും കരുണയും തലമുറയുടെ പിന്നാലെ വേട്ടപ്പെട്ടിയെ പോലെ ചെന്ന് കയറും. വിശ്വസിക്കുന്നവർ ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ഭക്തിയോടെ കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവീൻ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു. നോക്കുക, ഈ ഭാഗത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ തിരിച്ചറിയണം. 4 സുവിശേഷകന്മാർ, ലൂക്കോസ്, യോഹന്നാൻ. പക്ഷേ മത്തായിയും മർക്കോസും ലൂക്കോസും ആരെക്കുറിച്ച് എഴുതി? ഈ ശീമോനെ കുറിച്ച് എഴുതി. പക്ഷേ യോഹന്നാൻ എഴുതിയില്ല. സുവിശേഷങ്ങളിൽ റാണി എന്നറിയപ്പെടുന്നത് ഏതാണ്? സുവിശേഷങ്ങളിൽ റാണി എന്നറിയപ്പെടുന്ന സുവിശേഷം ഏതാണ്? യോഹന്നാൻ സുവിശേഷം. പക്ഷേ ആ റാണി എഴുതിയ യോഹന്നാൻ ആരെ വിസ്മരിച്ചു? ഈ ശീമോനെ വിസ്മരിച്ചു. പക്ഷേ വിസ്മരിക്കപ്പെടാതെ വണ്ണം പൗലോസിനെ ആ നന്മ ഓർപ്പിക്കാൻ ദൈവം ഒരുക്കി. ഒരാമേൻ പറഞ്ഞാട്ട്. ചില അധികാരികൾ, പ്രധാനികൾ നിന്നെ വിസ്മരിച്ചാൽ നീ ഭാരപ്പെടരുത്. അതിനേക്കാൾ പ്രധാനിയെ കൊണ്ട് നിന്നെ ഓർമ്മിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ കുടുംബത്തെക്കുറിച്ച്, നീ അനുഭവിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച്, നിന്റെ നിലവാരങ്ങളെക്കുറിച്ച്, നിന്റെ അവസ്ഥ എന്താണ്? ദുഷ്ടൻ പറയുന്നത് പോലെയല്ല, പിശാച് പറയുന്നത് പോലെ നീ ശക്തവും വ്യക്തവുമായി അനുഗ്രഹം പ്രാപിക്കുകയാണ്. നീ കർത്താവിൽ പ്രസിദ്ധനാണ്. നിന്റെ അമ്മ അപ്പോസ്തലന്റെ പ്രിയനാ. ഇതൊക്കെ പുറത്തു വരത്തക്കവണ്ണം അഭിഷക്തനെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. അധികാരമുള്ളവനെ പുറത്തു കൊണ്ടുവന്ന് വിലയുള്ളവനെ കൊണ്ട് നല്ല അഭിപ്രായം പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ആരെങ്കിലും മറന്നു കളയുന്നെങ്കിൽ
ഒരു കാര്യം ഉറപ്പാക്കിക്കോ, അതിനേക്കാൾ ശ്രേഷ്ഠമായവൻ ഓർമ്മിപ്പിക്കാൻ വരുന്നുണ്ട്. ഹല്ലേലൂയ. മുമ്പോട്ട് പോകട്ടെ. നോക്കുക, ആഫ്രിക്കയിൽ നിന്ന് വയലിൽ ജോലി ചെയ്യാൻ വന്നവൻ എന്തിന്റെ ഭാഗമായി മാറി? മാനവരാശിയുടെ രക്ഷയ്ക്കുള്ള ദൈവപ്രവൃത്തിയുടെ ഭാഗമായി മാറി. നോക്കുക, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി എന്ന് പറയുന്നത് പോലെ, സമൂഹം നിന്നെ അവഗണിച്ചില്ലേ? പല നാളുകളിൽ സമൂഹം നിന്നെ അവഗണിച്ചു, ജാതി പറഞ്ഞ് അവഗണിച്ചു. എന്നാൽ കർത്താവിലേക്ക് വന്നപ്പോൾ വിലപ്പെട്ട ശുശ്രൂഷയ്ക്ക് നീ ഭാഗമായി മാറി. അതല്ലേ വലിയ കാര്യം. ഏഴയായ സാധാരണക്കാരൻ നിന്നെ ക്രൂശ് ചുമക്കുവാൻ അവൻ ഒരുക്കിയില്ലേ? എത്ര വലിയ ഭാഗ്യമാണ്. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച്. ഇവിടെ വളരെ വളരെ സബ്ജക്റ്റ് വളരെ സൂക്ഷിച്ച് സംസാരിക്കേണ്ട സബ്ജക്റ്റാണ്. ഇവിടെ ഒരു തലമുറ അനുഗ്രഹം പ്രാപിക്കുന്നത് കാണാൻ സാധിക്കും. ആരൊക്കെയാണ്? അലക്സാണ്ടറും രൂഫോസും ആ കുടുംബം. പക്ഷേ എന്താണ് ഇതിനകത്ത് സംഭവിച്ചത്? അതൊന്ന് പഠിക്കണം. അത് പഠിക്കണമെങ്കിൽ ലൂക്കോസ് 23-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വളരെ പതുക്കെ ഒന്ന് വായിക്കണം. ആവർത്തിക്കാം. ലൂക്കോസ് 23-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശീമോൻ എന്ന കുറേനക്കാരനെ അവർ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ച് യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി. ഒരു വലിയ ജനസമൂഹവും അവനെ ചൊല്ലി വിലപിച്ചു മുറയിടുന്ന അനേകം സ്ത്രീകളും. ഒരു നിമിഷം അവിടെ നിന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 26 വായിച്ചു. അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശീമോൻ എന്ന കുറേനക്കാരനെ അവർ പിടിച്ചു ക്രൂശ് ചുമപ്പിച്ചു യേശുവിൻ്റെ പിന്നാലെ നടക്കുമാറാക്കി. ഇപ്പോൾ ആ രംഗമൊന്ന് നിങ്ങൾ മനസ്സിൽ കാണണം. ഇപ്പോൾ ആരാ ക്രൂശ് ചുമക്കുന്നത്? യേശുവല്ല, ശീമോനാണ്. യേശു മുമ്പേ പുറകെ ആര് പോവുകയാണ്? ഇന്ന് നമ്മൾ പോകുന്നത് പോലെ യേശു മുമ്പേ പോകുന്നു. നമ്മൾ എന്ത് ചെയ്യണം? സുവിശേഷമെന്ന ക്രൂശുമായി യേശുവിന്റെ പിന്നാലെ. ഇപ്പോൾ യേശു എന്തായി? ഒന്ന് ഫ്രീ ആയി. ഇതുവരെയും സംസാരിക്കാൻ പോലും കഴിയും. പരമേറിയ ക്രൂശ് അവിടെ ഇരിക്കുക. സംസാരിക്കാൻ നോക്കൂ. അവിടെ വായിക്കുന്നു, അവൻ തിരിഞ്ഞു നോക്കി. ആര്? യേശു. അപ്പോൾ തിരിഞ്ഞു നോക്കണമെങ്കിൽ ഒരു ഫ്രീഡം വേണോ? അപ്പോൾ ഈ കുറേനക്കാരനായ ശീമോൻ ഈ ക്രൂശ് ചുമന്നപ്പോൾ യേശു എന്തായി? അല്പം ഫ്രീ ആയി. എത്ര പേർക്ക് മനസ്സിലായി? നീ ക്രൂശ് ചുമക്കുമ്പോൾ യേശു അല്പം ഫ്രീ. യേശുവിനെ ഫ്രീ ആക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? അടുത്ത ദൂത്, യേശു ഫ്രീ ആയാൽ അവൻ ഉറക്കം തൂങ്ങുകയല്ല, അടുത്ത പ്രവൃത്തിയിലേക്ക് അവൻ പോകുകയാണ്. വായിച്ചേ 27-ാമത്തെ വാക്യം. ഒരു വലിയ ജനസമൂഹവും അവനെ ചൊല്ലി വിലപിച്ചു മുറയിടുന്ന അനേകം സ്ത്രീകളും. യേശു ക്രൂശ് ചുമന്ന് പോകുമ്പോൾ പുറകെ ആരുണ്ട്? ഒരു വലിയ ജനസമൂഹമുണ്ട്. അവനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന ഈ മുറവിളിയാണ് ആര് കേട്ടത്? ശീമോൻ കേട്ടത്. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്ത്? ക്രൂശിനോട് ചേർന്ന് നടന്നത്. അത് വലിയ മാറ്റമുണ്ടാക്കി. നോക്കുക, അങ്ങനെ കരഞ്ഞു വിലപിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾ പുറകെ ഉണ്ട്. ഇപ്പോൾ എന്താണ്? യേശു ഒന്ന് ഫ്രീ ആയി. ക്രൂശ് ആര് ചുമക്കുകയാണ്? ശീമോൻ ചുമക്കുകയാണ്. യേശു തിരിഞ്ഞു. ആരെ നോക്കി? വിലപിക്കുന്ന സ്ത്രീകളെ നോക്കി.
വിലപിക്കുന്നത് അവന് ഇഷ്ടമല്ല. സ്ത്രീയെ, നീ വിലപിക്കുന്നത് അവന് ഇഷ്ടമില്ല. ഓഹോ, അവനത് തുടയ്ക്കുവാൻ താല്പര്യപ്പെടുന്നവനാണ്. വിധവ കരഞ്ഞത് അവന് ഇഷ്ടപ്പെട്ടില്ല. വിധവയുടെ കണ്ണുനീരവൻ തുടച്ചതുപോലെ അവൻ തിരിഞ്ഞു നോക്കി. എന്തിന്? കരച്ചിലിന് പരിഹാരം വരുത്തുവാൻ. എന്നിട്ട് വിലപ്പെട്ടൊരു ദൂത് കൊടുത്തു. എന്താണ്? യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട. അത് ഒരു വലിയ ഫെയ്ത്ത് വേർഡാണ്. മക്കളെ, യേശു എങ്ങോട്ട് പോവുക? സുഖിക്കാൻ പോവുകയല്ല, മരിക്കാൻ പോവുകയാണ്. ക്രൂശിൽ 3 ആണികളിൽ തൂങ്ങാൻ പോവുകയാണ്. കുന്തമുന ഏൽക്കാൻ പോവുകയാണ്. പക്ഷേ അപ്പോഴും അവൻ പറയുന്ന വാക്ക് കേട്ടോ, എന്നെ ചൊല്ലി കരയണ്ട. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ രക്ഷപ്പെടും, ഞാൻ ഉയർക്കും. നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട. ഈ പ്രതികൂലം താൽക്കാലികമാണ്, ഈ തടസ്സം താൽക്കാലികമാണ്. ഞാൻ ഉയർക്കും. ഈ വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ എനിക്കൊരു ഞായറാഴ്ചയുണ്ട്, ഉയർപ്പിന്റെ ഞായറാഴ്ച. പ്രിയമക്കളെ, ഇതൊക്കെ നാം മാതൃകയാക്കേണ്ട കാര്യമാണ്. പ്രതികൂലത്തിന്റെ മുമ്പിലും എന്ത് പറയാണ്? വിശ്വാസം പറയുന്ന യേശു. അയ്യോ, അല്പം കൂടെ കരയണേ, നിലവിളിച്ച് കര, അവരൊക്കെ കേക്കട്ടെ, ഈ ക്രൂശൊന്ന് മാറ്റി കിട്ടുമായിരിക്കും എന്നാണോ? എന്നെ ചൊല്ലി കരയണ്ട, കരയണ്ട. എന്നെ വിടുവിക്കാൻ ഒരു സ്വർഗീയ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എന്റെ ദൈവം മിണ്ടാതിരിക്കുകയില്ല. 3-ാം ദിവസം അവൻ എന്നെ ഉയർപ്പിക്കും. പുനരുത്ഥാന ശക്തി എനിക്ക് വേണ്ടി വ്യാപരിക്കും. കല്ലറകളെ തകർക്കുന്ന, തടവറകളെ തകർക്കുന്ന, റോമൻ മുദ്രയെ പൊട്ടിക്കുന്ന ദൈവപ്രവൃത്തി എനിക്ക് വേണ്ടി. അതുകൊണ്ട് എന്നെ ചൊല്ലി കരയണ്ട. ഞാൻ ചോദിക്കട്ടെ മക്കളെ, നിങ്ങൾക്കിത് പറയാൻ പ്രാഗൽഭ്യമുണ്ടോ? വേണം. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടുകാരെ നോക്കി പറയണം, രക്ഷിക്കപ്പെടാത്ത വീട്ടുകാരെ നോക്കി പറയണം, എന്നെ ചൊല്ലി നിങ്ങൾ ആരും ഭാരപ്പെടേണ്ട, എന്റെ കാര്യം ദൈവം നോക്കും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. എന്നെ ചൊല്ലി നിങ്ങൾ ഭാരപ്പെടേണ്ട. എന്റെ കാര്യം നോക്കാൻ ഒരു സ്വർഗീയ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഞാൻ ദൈവത്തിന് മകളാണ്, ഞാൻ ദൈവത്തിന് മകനാണ്. എന്നെ ശ്രദ്ധമായി പരിപാലിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എനിക്ക് വേണ്ടി മാത്രമായി വഴികൾ തുറക്കപ്പെടും. അതുകൊണ്ട് എന്നെ കുറിച്ച് നിങ്ങൾ ആരും കരയണ്ട. അടുത്ത ദൂത്, നിങ്ങളെ ചൊല്ലി കരവീൻ. നിങ്ങൾ കരയേണ്ട ആരെ കുറിച്ചാണ്? നിങ്ങളെ ചൊല്ലി ആദ്യം നിങ്ങളുടെ വിടുതൽ നിങ്ങൾ വ്യക്തമാക്കണം, ഉറപ്പിക്കണം. അതാണ് എൻ്റെ അർത്ഥം, ഉറപ്പിക്കണം. നിങ്ങളെ ചൊല്ലി കരയണം. കർത്താവേ, കൊയ്ത്തു കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, ഞാനോ രക്ഷിക്കപ്പെട്ടില്ല എന്ന് വരല്ലേ കർത്താവേ. ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കാൻ എനിക്ക് ഇടയാകല്ലേ കർത്താവേ. അപ്പൊ ഒരു സത്യാലയത്തിന്റെ ഭാഗമാക്കി നീ എന്നെ മാറ്റി കർത്താവേ. അതിന്റെ ആനുകൂല്യങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോകരുതേ. ബിരിയാണി മുമ്പിൽ വെച്ചിട്ട് പട്ടിണി കിടക്കുന്ന നിലവാരങ്ങളിലേക്ക് ഞാൻ തരം താണു പോകല്ലേ. മണ്ണാപ്രതി മാണിക്യം കൈവിടല്ലേ. മണ്ണേപ്രതി, നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്നാമത്തത്, ഞാൻ ഒരു മുതൽക്കൂട്ടാകട്ടെ, ഞാൻ സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാകട്ടെ, ഞാൻ സഹവിശ്വാസികൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ. ഞാൻ ഒരു നന്മയാകട്ടെ, എൻ്റെ ഭവനത്തിന് ഞാനൊരു വിളക്കാകട്ടെ, തണ്ടിന്മേൽ വെച്ച് വിളക്കാകട്ടെ, മലമേലുള്ള പട്ടണമാകട്ടെ, ഞാൻ ഒരു അനുഗ്രഹമാകട്ടെ. അടുത്ത ദൂത്, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരവീൻ. നോക്കുക, ഒരുവൻ നിർബന്ധിക്കപ്പെട്ട് ക്രൂശ് ചുമന്നപ്പോൾ യേശു ഫ്രീ ആയി. യേശു പറഞ്ഞ ദൂതെന്താണ്? നിങ്ങളുടെ മക്കളെ ചൊല്ലി കരവീൻ. നിങ്ങൾക്കറിയാമോ, 2024 വർഷങ്ങളായിട്ട്
ഈ ദൂത് ഏറ്റെടുത്ത മാതാക്കന്മാർ നിലവിളിക്കാൻ തുടങ്ങി. ഓ, തങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ എത്ര തലമുറയാണ് അനുഗ്രഹം പ്രാപിച്ചത്? പിന്നെ എങ്ങനെ അലക്സാണ്ടറും രൂപാസും ഉയരാതിരിക്കും? മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ഒരുവൻ ഒന്ന് ക്രൂശ് ചുമക്കാൻ നിർബന്ധത്താലായിക്കോട്ടെ തയ്യാറായപ്പോൾ സംഭവിച്ച വിടുതൽ എത്ര തലമുറയ്ക്കാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ക്രൂശ് ചുമക്കുവാൻ നീ താല്പര്യപ്പെടുമെങ്കിൽ നീ മുഖാന്തരം എത്ര തലമുറയാണ് വിടുതൽ പ്രാപിക്കുന്നത്, എത്ര കുടുംബങ്ങളാണ് രക്ഷ പ്രാപിക്കുന്നത്, സമാധാനം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ദൗത്യം ദൈവത്താലെന്ന് മനസ്സിലാക്കി നന്ദിയോടെ ഏറ്റെടുക്ക. ഹല്ലേലൂയ. വീണ്ടും പറഞ്ഞു, അടുത്തൊരു ഈ വരുന്ന കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു. എന്താണ്? മച്ചികളും പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ. അർത്ഥം എന്താണ്? അത്രമാത്രം പെർവേഴ്സ് ജനറേഷൻ, തലമുറ നഷ്ടപ്പെടുന്നൊരു കാലത്തിലേക്കാണ് നാം വന്നുകൊണ്ടിരിക്കുന്നത്. മക്കളുള്ള അമ്മമാർ നിലവിളിക്കുകയാണ്. മക്കളില്ലാത്തവര് കർത്താവേ സന്തോഷിക്കാം. അങ്ങനൊരു കാലഘട്ടത്തിലേക്ക് ലോകം ആയിപ്പോകുമെന്നാണ് യേശു പറയുന്നത്. അവസാന ഒരു കാര്യം പറയുന്നുണ്ട്, അടുത്ത വാക്യം വായിച്ചേ. അന്ന് എന്ന് പറഞ്ഞാൽ മറ്റൊരു വഴിയുമില്ല. തലമുറയ്ക്കൊരു പ്രയാസം വന്നാൽ പിന്നെ എന്തേ വഴിയുള്ളൂ? മലയെ ഞങ്ങളുടെ മേലങ്ങ് വീഴുക, അതല്ലാതെ വേറെ മാർഗമില്ല. കാര്യം മറ്റൊന്നും ബാധിക്കത്തില്ല. സ്വന്തം തലമുറയുടെ അപജയങ്ങൾ നമ്മളെ വല്ലാതെ ബാധിക്കും. ബാധിക്കുമോ? കരയിപ്പിക്കുമോ? അടുത്ത വീട്ടിലെ ചെറുക്കൻ ബൈക്ക് ഇടിച്ച് മരിച്ചു, സങ്കടമുണ്ട്. പക്ഷേ അത് വേഗത്തിൽ. പക്ഷേ നമ്മുടെ ഒരു മകൻ നഷ്ടപ്പെട്ടാലോ അനുഭവങ്ങൾ വിടിരിപ്പുണ്ട്. അത് വല്ലാതെ നമ്മളെ വേദനിപ്പിക്കും. എന്നിട്ട് ഇങ്ങനെ പ്രകാരം പറഞ്ഞു, അടുത്ത വാക്യം, പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്തു ഭവിക്കും? പച്ചമരം ആരാണ്? യേശു. ഉണങ്ങിയതാരാണ്? തലമുറ, രക്ഷിക്കപ്പെടാത്ത ഗുണപ്പെടാത്ത തലമുറ. അയ്യോ, ആ തലമുറയെ പിശാച് എന്ത് ചെയ്യും? വവുക്കം പോലെ ചവച്ച് കളയും, നശിപ്പിച്ച് കളയും. വളരെ വിലപ്പെട്ട ദൂതാണ് അല്പം ഫ്രീ ആയപ്പോൾ യേശുവിൽ നിന്ന് പുറപ്പെട്ടത്. അതിന് നാം ആരോട് നന്ദിയുള്ളവനാകണം? ശീമോനോടും നന്ദിയുള്ളവൻ അല്ലേ? ആ ഒരു മനുഷ്യൻ കാരണമല്ലേ അല്ലേ? അന്ന് അവൻ ക്രൂശിച്ചുമെന്ന് അവൻ പറയാണില്ല, അവർ ചുമക്കുന്നില്ല, സൗകര്യമില്ല, എല്ലാം കൊന്നാലും ചുമക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനൊക്കും? ആ നിർബന്ധത്തിന് വഴങ്ങി അവൻ എന്ത് ചെയ്തു? ക്രൂശ്. അതുകൊണ്ട് നമുക്കൊരു കാഴ്ചപ്പാട് കിട്ടി. എന്ത്? നമ്മളെ ചൊല്ലിയും നമ്മുടെ മക്കളെ ചൊല്ലിയും കരഞ്ഞേ മതിയാവൂ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എല്ലാ പ്രാർത്ഥനയും മാറ്റിവെച്ചിട്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നീ നഷ്ടപ്പെട്ടു പോകരുത്. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ തലമുറ നഷ്ടപ്പെട്ടു പോയാൽ എന്നെ അത് വളരെ വേദനിപ്പിക്കും. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച്, ഓ പോലീസ് സ്റ്റേഷൻ ഇറങ്ങാനൊക്കത്തില്ല, കോടതി ഇറങ്ങാനൊക്കത്തില്ല, ഓ ദുരിതം മാറത്തില്ല, സങ്കടം മാറത്തില്ല, കണ്ണുനീര് മാറത്തില്ല. അതുകൊണ്ട് നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഇടയായതുകൊണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തലമുറകൾ ഉയർന്നോ? ഇന്നും ഉയരുന്നില്ലേ? നിങ്ങളും അത് ചെയ്യാൻ പോകുന്നില്ലേ? ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തലമുറകൾ യേശു ഫ്രീ ആയപ്പോൾ ലഭിച്ച ദൂതേറ്റെടുത്ത് ഉയർന്നു. അതിൻ്റെ ഒരു പങ്കാണ് ആർക്ക് കിട്ടിയത്? കുറേനക്കാരന് കിട്ടിയത്. ഒരാമേൻ പറഞ്ഞാട്ടെ. മക്കളെ, ഏത് നന്മ പങ്കുവെച്ചാലും അതിന് കാരണമാകുന്ന വ്യക്തിക്ക് ഒരു പങ്ക് കിട്ടിയിരിക്കും.
നീ നന്മയ്ക്ക് കാരണമാകുമെങ്കിൽ, ആലയത്തിന്റെ ഉയർച്ചയ്ക്ക് 1% നീ ഭാഗവാക്കാകുമെങ്കിൽ, ഒരു നന്മ നിനക്ക് കിട്ടിയിരിക്കും. ദൈവം വിശ്വസ്തനാണ്. അവന്റെ കമ്പ്യൂട്ടറിന് തെറ്റുപറ്റത്തില്ല. അവന്റെ സ്മരണ പുസ്തകത്തിൽ എല്ലാം ഉണ്ട്. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് ഭക്തിയോടെ സ്തുതിക്കട്ടെ. ആലയത്തിന് ദൈവപ്രവർത്തിക്ക് യേശുവിന് സംസാരിക്കുവാൻ നീ അവസരം കൊടുക്ക്. യേശുവിനെ ഒന്ന് ഫ്രീ ആക്ക്. പ്രിയമക്കളെ, ആലയം എന്താണ്? ഒറ്റവാക്കി പറയാൻ ഈ സമ്മാനം തരാം. ആലയം എന്താണ്? യേശു എന്ന് പറഞ്ഞാൽ പോരാ, കറക്റ്റ് പറയണം. ആലയം എന്താണ്? ഉറക്കെ പറഞ്ഞോ, കുഴപ്പമില്ല. അതെല്ലാം ഓക്കെ. ആലയം യേശുവിന്റെ വായാണ്. ശരിയാണോ? ഒരമേൻ പറഞ്ഞാട്ടെ. ഈ പട്ടണത്തിൽ നമ്മൾ ഈ ആലയം സ്ഥാപിക്കുമ്പോൾ എന്ത് സ്ഥാപിക്കുന്നു? യേശുവിന്റെ വാ. അത് അടഞ്ഞിരിക്കുന്ന വായല്ല, തക്ക സമയങ്ങളിൽ വചനം പുറപ്പെടുവിക്കുന്ന വായാണ്. ഇന്ന് പകൽക്കാലം ഈ പട്ടണമധ്യേ യേശുവിന്റെ വാ തുറക്കപ്പെടുകയാണ്. അത് മുഖാന്തരം ആയിരക്കണക്കിന് തലമുറകൾക്ക് വിടുതലാണ്, പ്രകാശമാണ്, കെട്ടഴിയുകയാണ്, മുഖമടിയുകയാണ്, കല്ലറകൾ തകരുകയാണ്. കരങ്ങളെ ചേർത്തടിച്ച് ഓക്കെ. പോയോ? കുഴപ്പമില്ല, എടുക്കാം, കുഴപ്പമില്ല. വിലപ്പെടുന്നത് കിട്ടിയോ? ഓക്കെ. ഈ മനുഷ്യൻ വീണ്ടും വില കൊടുത്തു. അതിനെക്കുറിച്ച് വായിക്കണം. വായിച്ചാട്ടെ. പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നുപോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? പർഥരും മേദ്യരും ഏലാമ്യരും മെസപ്പൊത്താമിയയിലും യഹൂദിയയിലും കപ്പദോക്യയിലും പൊന്തോസിലും ആസിയയിലും ഫ്രുഗ്യയിലും പംഫുല്യയിലും മിസ്രയീമിലും കുറേനയ്ക്ക് ചേർന്ന കണ്ടോ? ഒരുത്തം വരുന്ന അവിടെ വരുന്ന കണ്ടോ? കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും. ആരാത്? ഈ കുറേനക്കാരൻ ശീമോൻ. ഒരു കരസ്പർശനം കൊണ്ട്, ഒരു ടച്ച് കൊണ്ട് ഒതുങ്ങിയില്ല. അവൻ എന്ത് ചെയ്തു? പെന്തക്കോസ്ത് നാളിൽ മുഴക്കം കേട്ട് എവിടെ എത്തി? മാളിക മുറിയിലെത്തി. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ചാട്ടെ. വില കൊടുക്കുവാൻ വീണ്ടും തയ്യാറായി. അവന് കിട്ടിയ ഒരു ഉദ്യമിപ്പിക്കൽ, അവന് കിട്ടിയ ഒരു അവസരം അവൻ പാഴാക്കിയില്ല. അതിൽ പിടിച്ചു കയറി. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് എത്തിയോടെ. ആലയം നിനക്കൊരു പിടിവള്ളിയാ. പൊട്ടിപ്പോകുന്ന പിടിവള്ളിയല്ല, ബലവത്തായ പിടിവള്ളി. നീ അതിൽ പിടിച്ചു കയറണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടരുത്, ഒതുങ്ങിക്കളയരുത്. നീ പിടിച്ച് പെന്തക്കോസ്ത് നാളിലേക്ക് നീ ഉയർന്നു വരണം. അഭിഷേകത്തിലേക്ക്, സ്നാനത്തിലേക്ക് നീ ഉയർന്നു വരണം. നോക്കുക, അവിടെ വന്ന 3000 പേര് സ്നാനപ്പെട്ടോ? അന്ന് തന്നെ സ്നാനപ്പെട്ടു. അപ്പോൾ സ്നാനപ്പെട്ട കൂട്ടത്തിൽ ആരുണ്ട്? ഓക്കെ, മുമ്പോട്ട് പോകാം. ഇനി എന്താ ചെയ്ത്? പ്രവർത്തി പുസ്തകം 11-ാം അധ്യായം 19-20 വാക്യത്തിൽ നോക്കാം. എന്താണ് അവന്റെ അടുത്ത പരിപാടി? പ്രവർത്തികൾ 11. സ്തേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവ ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നോക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരുമായിരുന്നു. അവരിൽ ചിലർ ആരായിരുന്നു? കുപ്രോസുകാരും. അതിൽ ആരുണ്ട്? ശീമോനുണ്ട്. അവന്റെ പ്രവൃത്തി എന്താണ്? അടുത്ത വാക്യം. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു.
ഹല്ലേലൂയ. ഒരമ്മ പറഞ്ഞാട്ടെ. യേശുവിനെ ക്രൂശ് ചുമന്നപ്പോൾ ഒരു ടച്ച് കിട്ടി, ഒരു തുടക്കം കിട്ടി. ആ തുടക്കം കൊണ്ട് ഒതുങ്ങിയില്ല. അടുത്ത ചുവടിലേക്ക്, മാളിക മുറിയിലേക്ക്, സുവിശേഷം അറിയിക്കുന്ന നിലവാരങ്ങളിലേക്ക്. ഓ, എത്ര പേർക്ക് മനസ്സിലാക്കുന്നു? അതാണ് അവരുടെ തലമുറയെ അനുഗ്രഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയത്. ഓ, ആലയം കിട്ടിയത് കൊണ്ട് കാര്യമില്ല. നീ വളരണം, നീ ഉയരണം. പ്രാർത്ഥനാ ചുവടുകൾ മുന്നോട്ട്, സ്തുതിയുടെ ചുവടുകൾ മുന്നോട്ട്, ഹല്ലേലൂയ, കാഴ്ചപ്പാടിന്റെ ചുവടുകൾ മുന്നോട്ട്. നീയും തലമുറയും അനുഗ്രഹം പ്രാപിക്കൂ. പലരും പറയാറുണ്ട്, ക്രൂശ് ചുമന്ന കുറേനക്കാരനെ കുറിച്ച് പിന്നെ ഒരു അറിവുമില്ലെന്ന്. അറിവുണ്ടോ? ഇതൊക്കെ വരികൾക്കിടയിലുള്ള ദൂതുകളാണ്. പ്രിയമക്കളെ, പലരും പലതും പറയട്ടെ, യാദൃച്ഛികമെന്ന് പറയട്ടെ, രൂപോസിന്റെ കഴിവ് കൊണ്ടാണെന്ന് പറയട്ടെ, അലക്സാണ്ടറിന്റെ കഴിവ് കൊണ്ടാണെന്ന്. എന്നാൽ വാസ്തുത അതല്ല. കുറേനക്കാരന്റെ കാഴ്ചപ്പാട്, അവന്റെ പ്രാർത്ഥനാ ജീവിതം, നിർബന്ധത്തിന് വഴങ്ങി ക്രൂശ് ചുമന്നത്, മാളിക മുറിയിലെത്തി സ്നാനത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്, ഹല്ലേലൂയ, അതേ സുവിശേഷം അറിയിച്ചത്, അവനെ ഉയർത്തി. അവനെ മാത്രമല്ല, അവന്റെ തലമുറയെ ഉയർത്തി. അവന്റെ തലമുറയെ